ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഫോക്കസ്ഡ് ഏരിയ ക്ലാസ്സുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറയുന്നത് ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിന്റെ മലയാളം വേർഷൻസും കാര്യങ്ങളും ഒക്കെ ചാനൽ ലഭ്യമാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായിരിക്കുന്ന ഇറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ് എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടന്നാലോ? കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും അഥവാ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതേപോലെ തന്നെ മലയാളം ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ഫോക്കസ്ഡ് ഏരിയ അധ്യായമായിരിക്കുന്ന ഇറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ് അഥവാ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകുന്നതാണ്. കാരണം പതിവായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് വരാറുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക മാത്രമേ ഉള്ളൂ. വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കേണ്ടതാണ്. അത് മീനിങ്സിന്റെ ഡൗട്ട്സുകളായാലും നിങ്ങൾ അറിയിക്കാൻ മടി കാണിക്കരുത്. അറിയിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ റീപ്ലൈ കാര്യങ്ങൾ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ദി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ 1952 ഒബ്സർവ്സ് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡെമോക്രസി ഓൾ ഓവർ ദി വേൾഡ്? എന്തുകൊണ്ടാണ് 1952 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് ലോക ജനാധിപത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് മാറിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്നുള്ളത്, ഇന്ത്യ വാസ് ലാർജ് കൺട്രി ആൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഇലക്ടറേറ്റ്സ് വെർ പുവർ ആൻഡ് ഇല്ലറ്ററേറ്റ്. ബൈ ദാറ്റ് ടൈം ഡെമോക്രസി ഹാഡ് എക്സിസ്റ്റഡ് ഓൺലി ഇൻ ദി പ്രോസ്പെറസ് കൺട്രീസ്. ഈവൻ മെനി ഓഫ് യൂറോപ്യൻ കൺട്രീസ് ഹാഡ് നോട്ട് ഗിവൻ വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ വിമൻ. ഇൻ ദിസ് കോണ്ടസ്റ്റ് ഇന്ത്യസ് എക്സ്പെരിമെന്റ് വിത്ത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അപ്പിയർഡ് വെരി ബോൾഡ് ആൻഡ് റിസ്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിന്റെ ആൻസേഴ്സ് ആയിട്ട് ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വെൻ ഡിഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്നതാണ്. അഥവാ എപ്പോഴാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്? അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ള 1950 ജാനുവരി 25 അപ്പോൾ ജനുവരി 25 1950 നിലവിൽ വന്നിരിക്കുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരായിരുന്നു? അപ്പോൾ സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യ ഇലക്ഷൻ കമ്മീഷൻ ചീഫ്. അടുത്തതായിട്ട് നെയിം ഓഫ് ദി ഇലക്ടറൽ സിസ്റ്റം adopted in India in direct elections to the Lok Sabha and state legislative assemblies. അപ്പോൾ ഇന്ത്യയിൽ സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏതാണ്? അപ്പോൾ അതിന്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം ആണ് ഇന്ത്യയിൽ സ്വീകരിച്ചിരിക്കുന്ന ഇലക്ട്രൽ സിസ്റ്റം എന്നത്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി റീസൺസ് ഫോർ ദി എക്സ്ട്രാ ഓർഡിനറി സക്സസ് ഓഫ് ദി കോൺഗ്രസ് ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ്. അപ്പോൾ ആദ്യകാല കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അസാധാരണമായുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് അവിടെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ്, കോൺഗ്രസ് പാർട്ടി ഹാസ് ദ ലെഗാസി ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. മെനി ലീഡേഴ്സ് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ വെർ കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ ആസ് എ കോൺഗ്രസ് കാൻഡിഡേറ്റ്സ്. ജവഹർലാൽ നെഹ്റുസ് കാരിസ്മാറ്റിക് ലീഡർഷിപ്പ്. ദ കോൺഗ്രസ് വാസ് ഓൾറെഡി എ വെരി വെൽ ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി. കോൺഗ്രസ് പാർട്ടി വാസ് ആൻ ഇൻക്ലൂസീവ് പാർട്ടി. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി സീറ്റ്സ് വെർ വോൺ ദി കോൺഗ്രസ് പാർട്ടി ഇൻ ദി ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻ ഹെൽഡ് ഇൻ 1952? അപ്പോൾ 1952 നടന്നിരിക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നേടിയിരിക്കുന്നത് എത്ര സീറ്റുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീറ്റുകൾ എന്നുള്ളത് 364 സീറ്റുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട്, ഹൗ ഡിഡ് ഇലക്ട്രൽ സിസ്റ്റം ആർട്ടിഫിഷ്യലി ബൂസ്റ്റ് ദ വിക്ടറി ഓഫ് ദി കോൺഗ്രസ് ഇൻ ദ ഇലക്ഷൻസ് ഫ്രം 1950 to 67? അപ്പോൾ 1952 മുതൽ 1967 വരെയുള്ള
കോൺഗ്രസ് വിജയത്തിന്റെ വ്യാപ്തി കൃത്രിമമായിട്ട് പെരുപ്പിച്ച് കാട്ടിയതാണെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ, ഇന്ത്യ അഡോപ്റ്റഡ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് ഇലക്ട്രൽ സിസ്റ്റം. ഇൻ ദി സിസ്റ്റം candidate who receives the most votes wins. In 1952 the Congress obtained 45% of the total votes, but it managed to win 74% of the seats. This because the non-Congress votes were divided between different parties and candidates. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇങ്ങനെ പറയാനുള്ള കാരണങ്ങൾ. ഇനി അടുത്തായിട്ട്, why did the first decade of electoral competition of Indian politics has been described as the Congress system. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യകാല രാഷ്ട്രീയത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് വ്യവസ്ഥ എന്ന പേരിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് വ്യവസ്ഥ എന്ന പേരിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ, there were various factions in the Congress representing different interests and ideologies. All these factors were remained within the Congress. Therefore, other parties were failed to capture power. These factions functioned as balancing mechanism within the ruling party. In that sense, Congress acted both as the ruling party as well as the opposition. So this period has been described as the Congress system. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് കോൺഗ്രസ് വ്യവസ്ഥ എന്ന പേരിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത, did the prevalence of one party dominant system affect adversely the democratic nature of Indian politics? അപ്പോൾ ഏകപക്ഷ മേധാവിത്വ വ്യവസ്ഥ എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ടി dominant system did not adversely affect the democratic system because the Congress party was the coalition of diversity interests and groups. Besides, Congress won elections through free and fair elections. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, why did it say that Congress as social and ideological coalition mentions the various ideological currents present within the Congress? അപ്പോൾ എന്തർത്ഥത്തിലാണ് കോൺഗ്രസ് ഒരു പ്രത്യയശാസ്ത്ര മുന്നണിയാണ് എന്ന് പറയപ്പെടുന്നത്? അതേപോലെ തന്നെ കോൺഗ്രസിന് ഉള്ളിലെ വിവിധ ആശയധാരകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് was a platform for numerous groups, interests and even political parties. Since independence, many of these groups merged their identity within the Congress. Some of them continued to exist within the Congress without losing their identity. Thus, the Congress accommodated the revolutionary and pacifist, conservative and radical, and the right and the left. In this sense, it says that the Congress was a social and ideological coalition. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മീൻ ബൈ ഫാക്ഷൻ അഥവാ വിമത വിഭാഗങ്ങൾ എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ, ദ ഗ്രൂപ്പ് ഫോമഡ് ഇൻസൈഡ് ദ പാർട്ടി നോൺ ആസ് ഫാക്ഷൻ. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വാസ് ദ ഈവന്റ് ഇൻസ്പയർഡ് ദ ഫോർമേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ഇൻ 1920s. 1920കളിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് വഴിതെളിയിച്ച സംഭവം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ബോൾഷെവിക് റെവല്യൂഷൻ ഇൻ റഷ്യ അഥവാ റഷ്യയിൽ നടന്നിരിക്കുന്ന ബോൾഷെവിക് വിപ്ലവങ്ങളാണ് പ്രധാനമായിട്ടും വഴിതെളിയിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട്, ഹൂ വേർ ദ ലീഡേഴ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ? AK ഗോപാലൻ, SA ഡാംഗി, EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ് ആൻഡ് P സുന്ദരയ്യ. അപ്പോൾ ഇത്രയും നേതാക്കന്മാരാണ് പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർ. ഇനി അടുത്തായിട്ട്, which party won the second largest number of Lok Sabha seats in the first general election held in 1952? അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് വിജയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത, how many seats were won കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ in the first general election 1952? അപ്പോൾ 16 സീറ്റുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ആദ്യത്തെ ഇലക്ഷനിൽ ലഭിച്ചിരിക്കുന്നത്. Which state കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് came to power through democratic election? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ഷനിൽ വന്നിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. Who was the first chief മിനിസ്റ്റർ ഓഫ് കേരള? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ EMS നമ്പൂതിരിപ്പാടാണ്. എയിം ഓഫ് ദി സ്ട്രഗിൾ വിച്ച് എക്സ്പെൽഡ് ദി ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർ ഇൻ കേരള. അപ്പോൾ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പുറത്താക്കുന്നതിന് വഴിതെളിച്ചിരിക്കുന്ന സമരമാണ് അഥവാ ലിബറേഷൻ സ്ട്രഗിൾ ആണ് അഥവാ വിമോചന സമരമാണ് പ്രധാനമായിട്ടും വഴിതെളിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ദ മേജർ സ്പ്ലിറ്റ് ഒക്കർ ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ 1964? അപ്പോൾ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത്, ദ ഐഡിയോളജിക്കൽ റൈറ്റ് ബിറ്റ്വീൻ സോവിയറ്റ് യൂണിയൻ ആൻഡ് ചൈന ലെഡ് ടു സ്പ്ലിറ്റ് ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ 1964. ദ പ്രോ സോവിയറ്റ് ഫാക്ഷൻ റിമൈൻഡ് ആസ് ദി CPI. ദി ഒപ്പോണന്റ് ഫോംഡ് ആസ് ദി CPIM. ഇനി അടുത്തായിട്ട്, വെൻ ഡിഡ് ദി മേജർ സ്പ്ലിറ്റ് ഒക്കർ ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1964? 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ, ഹൂ വാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ? അതേപോലെ തന്നെ ആ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ
വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇൻ വിച്ച് ഇയർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP വാസ് ഫോംഡ് വിത്തിൻ ദ കോൺഗ്രസ്? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ലയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വിച്ച് വാസ് ദ ചീഫ് ഐഡിയോളജി ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി? അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുഖ്യമായുള്ള പ്രത്യയശാസ്ത്രം ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് പ്രധാനമായുള്ള പ്രത്യയശാസ്ത്രം. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി? അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ആചാര്യ നരേന്ദ്ര ദേവ ആണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ്. ഇനി അടുത്തായിട്ട് ഹു വർ ദ ലീഡേഴ്സ് ഓഫ് ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി? അതേപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഒന്നാമതായിട്ട് റാം മനോഹർ ലോഹിയ, രണ്ടാമത്തേത് അശോക് മേത്ത, ആചാര്യ നരേന്ദ്രദേവ്, അതേപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ. അപ്പോൾ ഇത്രയും ആളുകളാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. ഇനി അടുത്തായിട്ട് വൈ ഡിഡ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ ദ കോൺഗ്രസ് ഫോം എ സെപ്പറേറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ 1948? അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1948 കോൺഗ്രസ് വിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മീൻസ് CSP വാസ് ഫോംഡ് വിത്തിൻ ദി കോൺഗ്രസ് ഇൻ 1934. In 1948 the Congress amended its constitution to prevent its members from having a dual party membership. This forced the socialists to form a separate socialist party in 1948. അടുത്തായിട്ട് who was resigned from the first Nehru's ministry in 1951 due to the difference over the Hindu Code Bill? അപ്പോൾ ഹിന്ദു കോഡ് ബില്ലിനെതിരെയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് 1951 രാജി സമർപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഡോക്ടർ BR അംബേദ്കർ ആണ് ആദ്യമായിട്ട് രാജിവെച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഇൻ 1936? 1936 ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അടുത്തായിട്ട് ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഇൻ 1942? അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഡോക്ടർ BR അംബേദ്കർ ആണ് 1942 ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്ന സ്ഥാപകൻ. ഈ അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നെയിം ഓഫ് ദ മിനിസ്റ്റർ ഹു റിസൈൻഡ് ഫ്രം നെഹ്റുസ് മിനിസ്ട്രി ഇൻ 1915 ഡ്യൂ ടു ഡിഫറൻസ് ഓവർ റിലേഷൻസ് വിത്ത് പാകിസ്ഥാൻ? അപ്പോൾ 1950 നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിന്റെ പേരിൽ രാജിവെച്ചിരിക്കുന്ന മന്ത്രി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ശ്യാമപ്രസാദ് മുഖർജി ആണ് രാജിവെച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇൻ വിച്ച് ഇയർ ഭാരതീയ ജനതാ സംഘ് വാസ് ഫോംഡ്? അപ്പോൾ 1951 രൂപീകരിച്ചിരിക്കുന്നത്. വാട്ട് മെയ്ഡ് ദ ജനതാ സംഘ് ഡിഫറെന്റ് ഫ്രം ദി അതർ പാർട്ടീസ് ഇൻ ടേംസ് ഓഫ് ഐഡിയോളജി ആൻഡ് പ്രോഗ്രാം? അപ്പോൾ ഭാരതീയ ജനസംഘത്തിന്റെ പ്രത്യയശാസ്ത്രം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എങ്ങനെയായിരുന്നു വ്യത്യസ്തമായിട്ട് ഉണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് അവിടെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇറ്റ് എംഫസൈസ്ഡ് ദ ഐഡിയ ഓഫ് വൺ കൺട്രി, വൺ കൾച്ചർ ആൻഡ് വൺ നാഷൻ, പ്രോഗ്രസ് ഓഫ് ദി കൺട്രി ഓൺ ദി ബേസിസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്, കൺസെപ്റ്റ് ഓഫ് അഖണ്ഡ ഭാരത് ത്രൂ ദി റിയൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇറ്റ് stood for Hindi as the official language of India. It opposed the concessions to religious and cultural minorities. It supported to develop nuclear weapons in India. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ. ഇനി അടുത്തായിട്ട് ഹു വർ ദ ലീഡേഴ്സ് ഓഫ് ഭാരതീയ ജനസംഘ്? അപ്പോൾ ഭാരതീയ ജനസംഘിന്റെ നേതാക്കന്മാരായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി, ദീൻദയാൽ ഉപാധ്യായ, അതുപോലെ തന്നെ ബാലരാജ് മധോക്കി. ഇവരൊക്കെയായിരുന്നു ഭാരതീയ ജനസംഘത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഇനി അടുത്തായിട്ട് ഹു ഇനീഷ്യേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് ഇന്റഗ്രൽ ഹ്യൂമാനിസം അഥവാ സമത്വ മനോവാദം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയത്തിന്റെ ഉപജ്ഞാതാവ് ദീൻദയാൽ ഉപാധ്യായ ആയിരുന്നു. അതേപോലെ തന്നെ വിച്ച് വാസ് ദ ആൻസെസ്റ്റർ പാർട്ടി ഓഫ് ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP എന്ന പാർട്ടിയുടെ ആവിർഭാവം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാരതീയ ജനസംഘം എന്ന പാർട്ടിയിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവിർഭാവം ഉണ്ടായിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദി സ്വതന്ത്ര പാർട്ടി? അപ്പോൾ അതിന് ആൻസർ എന്നുള്ളത് C രാജഗോപാലാചാരിയാണ്, 1959. അതേപോലെ തന്നെ വാട്ട് വർ ദ എക്കണോമിക് ഇഷ്യൂസ് ഓൺ വിച്ച് ദ സ്വതന്ത്ര പാർട്ടി ഡിഫേർഡ് ഫ്രം ദി അതർ പാർട്ടീസ്? അപ്പോൾ സാമ്പത്തിക വിഷയങ്ങളിൽ സ്വതന്ത്ര പാർട്ടിയുടെ നിലപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എങ്ങനെയായിരുന്നു വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ദ നാഗ്പൂർ റീസൊല്യൂഷൻ ഓഫ് ദി കോൺഗ്രസ് ഇൻ 1959 ബ്രോട്ട് ഇൻ ലാൻഡ് സീലിംഗ്, കോഓപ്പറേറ്റീവ് ഫാമിംഗ്, ഫുഡ് ഗ്രെയിൻ ട്രേഡ് ടേക്ക് ഓവർ ബൈ ദി സ്റ്റേറ്റ് etc. ആസ് അഗെയിൻസ്റ്റ് ഇറ്റ് സം ലീഡേഴ്സ് അണ്ടർ C രാജഗോപാലാചാരി റിസൈൻഡ് ഫ്രം ദി കോൺഗ്രസ് പാർട്ടി. They founded സ്വതന്ത്ര പാർട്ടി in 1959. The ideology of സ്വതന്ത്ര പാർട്ടി was based on the
ഫോളോയിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് they demanded for an economy free from state control. They opposed the state intervention in the economy, centralized planning, nationalization etc. They opposed the public sector and stood for the expansion of free private sector. They believed that prosperity could come only through individual freedom. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിന്റെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് which was the guiding principle of the ideology of സ്വതന്ത്ര പാർട്ടി. അപ്പോൾ സ്വതന്ത്ര പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്നുള്ളത് an economy free from state control എന്ന പ്രത്യയശാസ്ത്രമായിരുന്നു. ഇനി അടുത്തായിട്ട് who was the first Indian to be the Governor General of India. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് സി രാജഗോപാലാചാരി ആയിരുന്നു. അതേപോലെ തന്നെ നെയിം ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യൻ ഹു വൺ ഭാരത് രത്ന, ആദ്യമായിട്ട് ഭാരത രത്ന ലഭിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? അതും സി രാജഗോപാലാചാരി തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് വോട്ടിംഗ് ചേഞ്ച്ഡ് ഫ്രം ദി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ 1952 ടു ദി പ്രസന്റ്. അപ്പോൾ ഇന്ത്യയിൽ മാറി മാറി വരുന്ന വോട്ടിംഗ് സമ്പ്രദായങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഇൻ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ പോളിംഗ് ബൂത്ത് ഹാഡ് സെപ്പറേറ്റഡ് ബാലറ്റ് ബോക്സ് for each candidate with the election symbol. Each voter dropped ballot into the box bearing the symbol of the candidate they wanted to vote. After first two elections, ballot paper carried the names and symbols of candidate was introduced. The voter had to mark against the name of candidate to vote for. In 2004, electronic voting machine was introduced to the whole of India. The voter can press the button next to the candidate's name and a symbol they wish to vote for. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നല്ലവണ്ണം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു പ്രാവശ്യം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനും അതേപോലെ തന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിനുമാണ് പ്രധാനമായിട്ടും പ്രാധാന്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന പോലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ്. അതിന്റെ റീപ്ലേ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.